ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് നെക്സ്റ്റ് 7 ഡേയ്സിൻ്റെ ഗൈഡൻസ് ആയിട്ടാണ് വന്നേക്കുന്നത്. അതായത് സെപ്റ്റംബർ 23 മുതൽ 29 വരെയുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് പയൽ സെലക്ഷൻ നടത്താം. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പയൽ 1 ആൻഡ് പയൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പയൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ നെക്സ്റ്റ് 7 ഡേയ്സിലോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. താങ്ക് യു. പയൽ നമ്പർ 1ൻ്റെ ഈ ഒരു വീക്കിലോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. താങ്ക് യു. താങ്ക് യു. ത്രീ ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. വൈസ് കൗൺസിലർ, ദ വീൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 5 ഓഫ് വോൺസിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. ബാക്കിൽ നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു വീക്കിൽ മെയിനായിട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ പല സിറ്റുവേഷൻസും നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ ആ സാഹചര്യങ്ങളിലെല്ലാം എങ്ങനെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാം, എങ്ങനെ ഡിറ്റർമിൻഡായിട്ട്, അതായത് ആത്മവിശ്വാസത്തോടു കൂടി എങ്ങനെ മുന്നോട്ട് പോകാം, ആ ഒരു തീമാണ് മെയിൻ ഒരു എനർജി ആയിട്ട് എനിക്ക് ഈ ഒരു വീക്കിൽ ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹാർട്ട് സ്പേസിലെ കാര്യങ്ങൾ, നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എങ്ങനെ ബാലൻസ്ഡ് ആയിട്ടിരിക്കണം, ഓക്കെ, ആ ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബോൾഡ് കോൺഫിഡൻസിൻ്റെ എനർജി ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. ഇവിടെ 3 ഓഫ് കപ്സിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് മെയിനായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലായിക്കോട്ടെ, കൂട്ടുകെട്ടുകളിലായിക്കോട്ടെ, കമ്മ്യൂണിറ്റി, നിങ്ങൾ ഏത് എനർജിയിലാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സൊസൈറ്റി, നിങ്ങൾ ജീവിക്കുന്ന ആ ഒരു സാഹചര്യങ്ങളായിക്കോട്ടെ, അവിടെ എങ്ങനെ സന്തോഷം കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പിലാണെങ്കിൽ പോലും എങ്ങനെ അവിടെ പുതുമ കൊണ്ടുവരാനായിട്ട്, എങ്ങനെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കുറച്ചും കൂടെ സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും, അവിടെ എങ്ങനെ കുറച്ചൊരു കളർ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും, സെലിബ്രേഷൻ, സന്തോഷങ്ങൾ, ഓക്കെ, ആ ഒരു എനർജി വരുന്നുണ്ട്. അപ്പോൾ അവിടെയെല്ലാം എൻ്റെ എനർജി എങ്ങനെ ഞാൻ ഫോക്കസ് ചെയ്യണം, ഓക്കെ, അതിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കുക ഈ ഒരു സമയം വന്നിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ്, മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരുന്നുണ്ടാകാം. നിങ്ങൾ കുറച്ചും കൂടി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ടാകാം ഈ ഒരു വീക്കിൽ വന്നിട്ട്. അപ്പോൾ ആ ഒരു ഇമോഷൻസ് നിങ്ങളെ തളർത്തുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചൊരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും ഈ ഒരു വീക്ക് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഇമോഷൻസ് കുറച്ചൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ഈ ഒരു വീക്കിൽ പറയുന്നുണ്ട്. മെയിനായിട്ട് മെൻറ്റൽ എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ മൈൻഡിൽ വരുന്ന ഓരോ തോട്ട് പ്രോസസ്സാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ ആ ഒരു ഫോക്കസിൽ കുറച്ചൊന്ന് പോസിറ്റീവായിട്ട് ഷിഫ്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതെല്ലാം തരണം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, കുറച്ചും കൂടെ ആ ഒരു കംഫർട്ട് സോൺ, നിങ്ങളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു റുട്ടീൻ, എപ്പോഴും ചിന്തിക്കുന്ന ആ ഒരു രീതി, അതെല്ലാം വിട്ടിട്ട് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് തിങ്ക് ചെയ്യാനായിട്ട്, ഒരു ഡിഫറെൻറ്റ് രീതിയിൽ നിന്നിട്ട് നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ നോക്കിക്കാണാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ചേഞ്ചസ്, മാറ്റങ്ങളാണ് നിങ്ങളുടെ ഈ ഒരു വീക്കിലെ മെയിൻ ഒരു ബ്ലെസ്സിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി, ഓർഗാനിക്കലി നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുന്നതായിരിക്കാം, ഷിഫ്റ്റ് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് മാറണം, എനിക്ക് ഈ ഒരു ചിന്താരീതിയിൽ മാറ്റം കൊണ്ടുവരണം, ഈ ഒരു എനർജിയിൽ ഷിഫ്റ്റ് കൊണ്ടുവരണം, അങ്ങനത്തെ ഒത്തിരി പ്രോസസ്സിൽ കൂടെ ഈ ഒരു വീക്കിൽ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാകാം. ഓക്കെ, നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൽ എന്ത് എനർജിയാണ് ഈ ഒരു വീക്കിലുള്ളതെന്ന് നോക്കാം. പയൽ നമ്പർ 1ൻ്റെ വാവ്, ഞാൻ ലവ് റിലേഷൻഷിപ്പ് പറഞ്ഞു, ഇവിടെ ലവേഴ്സിൻ്റെ കാർഡാണ് വന്നേക്കുന്നത്.
ഈ ഒരു വീക്കിൽ ഒത്തിരി കോൺവെർസേഷൻസിൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടാകാം. ചിലപ്പോൾ നിങ്ങളുടെ മൈൻഡിലുള്ള കാര്യങ്ങൾ, മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജി ആയിരിക്കാം. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു പാറ്റേണിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, ആ ഒരു എനർജിയിൽ എന്തെങ്കിലുമൊക്കെ ഷിഫ്റ്റ്, മാറ്റങ്ങൾ വരുന്നുണ്ടാകാം. ഓവറോൾ ആ ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് നിങ്ങളുടെ മണി, ഫിനാൻസ്, വെൽത്ത് അതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജി എങ്ങനെയാണെന്ന് നോക്കാം. പായൽ നമ്പർ 1ൻ്റെ ബ്യൂട്ടിഫുൾ 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് വന്നേക്കുന്നത്. കുറച്ച് പേർക്ക് പാർട്ട്ണർഷിപ്പിൻ്റെ എനർജിയാണ്. എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് നിങ്ങളുടെ ലൈഫ് മൂവ് ഓൺ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരുടെയും ഒരുപോലത്തെ എഫേർട്ട് മുന്നോട്ട് ഉള്ള ലൈഫിൽ സഹായമായിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇൻ കേസ് നിങ്ങൾ ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലാണ് ഉള്ളതെങ്കിൽ. ഓക്കെ, കുറച്ച് പേർക്ക് വീട്ടിൽ നിന്നിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഫിനാൻഷ്യൽ സപ്പോർട്ട് ലഭിക്കുന്നുണ്ടാകാം. ഓക്കെ, ആ ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എഗെയിൻ ഒത്തിരി സ്നേഹം, ഒത്തിരി കമ്പാഷൻ്റെ എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. കരിയർ, ജോബായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജി എന്താണെന്ന് നോക്കാം. ഈ ഒരു വീക്കിൽ വന്നിട്ട് പായൽ നമ്പർ 1ൻ്റെ കരിയർ, ജോബ്, ബിസിനസ്സായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജി എങ്ങനെയായിരിക്കും. പായൽ നമ്പർ 1ന് വന്നിട്ട് നിങ്ങളുടെ വർക്ക് ലൈഫ് ബാലൻസ് ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ഈ ഒരു വീക്കിൽ പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ന്യൂ ബിഗിനിങ് സംഭവിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ വർക്ക് സ്പേസിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഓഫർ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം. എന്തെങ്കിലും എനർജീസ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം. അതായിരിക്കാം ഇവിടെ ഒരു കോമ്പറ്റീഷൻ്റെ എനർജി ക്രിയേറ്റ് ആക്കുന്നത്. ചിലപ്പോൾ എല്ലാവർക്കും ആ ഒരു എനർജി ആവശ്യം ഉണ്ടാകാം. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ അതിൽ കുറച്ചൊരു ജലസ് എനർജി, ഒരു കോമ്പറ്റീഷൻ്റെ എനർജി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങൾക്ക് എന്താണോ ലഭിക്കേണ്ടത്, അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒത്തിരി നിങ്ങൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നുണ്ടാകാം. ഓക്കെ, 2 എക്സ്ട്രീം എനർജീസും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു വീക്കിൽ അപ്സ് ആൻഡ് ഡൗൺസിൻ്റെ എനർജി ആയിരിക്കാം. കരിയർ, ബിസിനസ്സൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്. ഓക്കെ, ആ ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എനർജി ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഈ ഒരു വീക്കിൽ ശ്രദ്ധിക്കുക. താങ്ക് യു. ഇവിടെ ഏസ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് നിങ്ങളോട് ഈ ഒരു വീക്കിൽ പറയുന്നത്. ജഡ്ജ്മെൻ്റ് എനർജി, ഓവറായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുക, അതെല്ലാം മാറ്റി വെച്ചിട്ട് എൻ്റെ ലൈഫിൽ എങ്ങനെ ന്യൂ ബിഗിനിങ് കൊണ്ടുവരാം, എൻ്റെ ലൈഫിലോട്ട് വരുന്ന ന്യൂ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ ഭംഗിയായിട്ട് നിറവേറ്റാം, ആ ഒരു എനർജിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ, നിങ്ങളുടെ വ്യക്തിത്വത്തിൽ എന്തെങ്കിലുമൊക്കെ ന്യൂ എനർജി ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതും നിങ്ങളെ ഈ ഒരു വീക്കിൽ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതാണ്, ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് മണി, ഫിനാൻസായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ ബ്യൂട്ടിഫുള്ളി മാനേജ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. ഓക്കെ, അത് നിങ്ങളുടെ പേഴ്സണാലിറ്റീനെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, പൈസ ഉള്ളപ്പോൾ നിങ്ങളെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഇല്ലാത്തപ്പോൾ നിങ്ങളുടെ എനർജി എങ്ങനെയാണ്, ആ ഒരു പേഴ്സണാലിറ്റിയിലും കുറച്ചൊന്ന് നിങ്ങൾ ശ്രദ്ധ കൊടുക്കാനായിട്ട് ഈ ഒരു വീക്ക് നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ ഈ ഒരു വീക്കിലെ സ്പിരിച്വൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ്, നിങ്ങളുടെ സ്പിരിച്വൽ ടീം ഈ ഒരു വീക്കിനെ കുറിച്ചിട്ട് എന്ത് ഗൈഡൻസ് ആണ് നൽകാനായിട്ട് ആഗ്രഹിക്കുന്നത്. പായൽ നമ്പർ 1ന് വന്നിട്ട് നൈറ്റിംഗേലിൻ്റെ എനർജിയാണ്. സോൾ സോങ്, ദ ക്യൂൻ ഓഫ് ദ നൈറ്റ് ഈസ് കിസ്സിങ് യു awake, ഫോളോ ദ കോൾ ഓഫ് യുവർ ഹാർട്ട്. നിങ്ങളുടെ ഹാർട്ട് ചക്ര, ഓക്കെ, നിങ്ങളുടെ മനസ്സെന്താണോ പറയുന്നത് ആ ഒരു എനർജി കുറേ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് അഗെയിൻ ഇവിടെ വന്നിട്ട് സൗണ്ട്, കമ്മ്യൂണിക്കേഷൻ, വേർഡ്സ്, ഓക്കെ, അതെല്ലാം നിങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ കുറച്ചും കൂടെ അവെയർ ആകുക. എന്താണ് ഞാൻ ചെയ്യുന്നത്, എന്താണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിലെല്ലാം കുറച്ചൊരു അറ്റൻഷൻ കൊടുക്കാനായിട്ട് ഈ ഒരു വീക്ക് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നൈറ്റ് ടൈം, രാത്രി സമയങ്ങൾ, നിങ്ങളത് കറക്റ്റ് റുട്ടീൻ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുക, എണീക്കേണ്ട സമയത്ത് എണീക്കുക. ഓക്കെ, നിങ്ങളുടെ നൈറ്റ് സ്ലീപ്പ് ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഉറങ്ങുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പായിട്ട് നിങ്ങളുടെ ഫോൺ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ
സൈലൻസിലിടാനായിട്ട് ശ്രമിക്കുക. അതിന് ഉറങ്ങുന്നതിന് മുന്നേ നല്ല നല്ല കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യുക. കുറച്ച് പേർക്ക് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എഴുതുക, പ്രാർത്ഥിക്കുക, ഓക്കെ, അല്ലെങ്കിൽ വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക. അതെല്ലാം നിങ്ങളെ കുറച്ചൊന്ന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നൈറ്റ് റുട്ടീൻ കുറച്ചൊന്ന് ക്ലിയർ ആക്കാനായിട്ട്, ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. ഫൈനലായിട്ട് പൈൽ നമ്പർ 1ൻ്റെ ബ്ലെസ്സിങ്സ് എന്താണ്, ഈ ഒരു വീക്കിലെ മെയിൻ ബ്ലെസ്സിങ്സ് എന്താണ് പൈൽ നമ്പർ 1ൻ്റെ ലൈഫിൽ? 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി, മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് ഈ ഒരു വീക്കിൽ നിങ്ങളുടെ ലൈഫിൽ കടന്നു വരുന്നതാണ്. ഓക്കെ, ഒത്തിരി പോസിറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി ഫ്രീഡം, ഫിനാൻഷ്യൽ ഫ്രീഡത്തിൻ്റെ എനർജിയും കാണുന്നുണ്ട്. വേറെ എന്ത് ബ്ലെസ്സിങ് ആണുള്ളത് ഈ ഒരു വീക്ക് വന്നിട്ട്? എഗെയിൻ പെൻറ്റക്കിൾസ് ആണ്, കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. എന്തെങ്കിലുമൊക്കെ ചാലഞ്ചസ്, കോൺഫ്ലിക്റ്റ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെല്ലാം കുറച്ചുകൂടെ മെച്യൂരിറ്റിയോടുകൂടി കൈകാര്യം ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് മുതിർന്നവരുടെ, ഫാമിലിയുടെ ഒക്കെ ഒത്തിരി അഡ്വൈസ്, ഒത്തിരി ഗൈഡൻസ് നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ ഈ ഒരു വീക്കിലോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ നെക്സ്റ്റ് 7 ഡേയ്സിലോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. പൈൽ നമ്പർ 2യുടെ ഗൈഡൻസ് എന്താണ് ഈ ഒരു നെക്സ്റ്റ് 7 ഡേയ്സിലോട്ടുള്ള? താങ്ക് യു. താങ്ക് യു. ഇവിടെ റിലീസാണ് വന്നേക്കുന്നത്. എൻഡിങ്സ്, ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ഫ്രീഡത്തിൻ്റെ എനർജി. ഇവിടെ അവേക്കനിങ്, പോസ്, പെർസ്പെക്റ്റീവ്, സെൽഫ്ലെസ്നെസ്. നമ്പർ 13, അതുപോലെ തന്നെ നമ്പർ 12 വന്നിട്ടുണ്ട്. ഇവിടെ നമ്പർ 21 ആണ് വന്നിരിക്കുന്നത്, ദ വേൾഡിൻ്റെ എനർജി. ഏസ് ഓഫ് സോഡ്സിൻ്റെ എനർജി. ഓക്കെ, ഈ ഒരു കാർഡിൽ നമുക്ക് ഫീനിക്സ് പക്ഷീനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഫീനിക്സ് പക്ഷി വന്നിട്ട് ആഷസിൽ നിന്നിട്ട്, ഓക്കെ, ആഷസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എത്രത്തോളം നമ്മളെ തളർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടോ, എത്രത്തോളം നമുക്ക് നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ വരുന്നുണ്ടോ, ഓക്കെ, എന്ത് സിറ്റുവേഷൻ ആയാലും അതിൽ നിന്ന് ഉയർത്തെണീക്കാനായിട്ട്, ഓക്കെ, ഫ്രീഡത്തിൻ്റെ എനർജിയിലോട്ട്, സ്വാതന്ത്ര്യത്തിൻ്റെ എനർജിയിലോട്ട് പോകാനായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ശക്തിയുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ കഴിവുണ്ട്. ഓക്കെ, അപ്പോൾ എവിടെയാണോ എൻഡിങ്സ് കൊണ്ടുവരേണ്ടത്, എവിടെയാണോ എൻഡ് ചെയ്യേണ്ടത് കാര്യങ്ങൾ, ഓക്കെ, ലെറ്റ് ഗോ ചെയ്യേണ്ടത്, അത് മനസ്സിലാക്കിയിട്ട് ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാനായിട്ട്, ആ ഒരു സ്വാതന്ത്ര്യം, ഫ്രീഡം, ആ ഒരു എനർജിയിൽ ഈ ഒരു വീക്കിൽ നിങ്ങളോട് ഫോക്കസ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്ന് പറക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറേ കൂടെ പീസ്, സമാധാനം, ആ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്തെല്ലാം ചിലപ്പോൾ കുറച്ച് പേർക്ക് ഒരു പോസ് എനർജി എടുക്കേണ്ടി വരുന്നുണ്ടാകാം, സ്റ്റക്ക് സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടാകാം, ചില കാര്യങ്ങൾ മനസ്സിലാകാതിരിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ കുറച്ചൊന്ന് ബാലൻസ്ഡ് ആയിട്ട്, നിങ്ങളുടെ ഇമോഷൻസ് ഒന്ന് ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ആ ഒരു എനർജി റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വേൾഡും വന്നിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ ഇമ്മീഡിയറ്റ് വേൾഡ് ആയിരിക്കാം, നിങ്ങൾക്ക് ചുറ്റുമുള്ള സറൗണ്ടിങ്സ് ആയിരിക്കാം. ഓക്കെ, അവിടെ എന്തെങ്കിലുമൊക്കെ ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ കുറച്ച് പേർക്ക് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് വേൾഡിൻ്റെ, ലിറ്ററലി വേൾഡിൻ്റെ എനർജിയാണ്. വേൾഡിൽ നടക്കുന്ന പല സംഭവങ്ങളും നിങ്ങളെ ചാലഞ്ചിങ് ആയിട്ട് നിർത്തുന്നുണ്ടാകാം, ഒരു ഇമോഷണൽ ട്രിഗർ കൊണ്ടുവരുന്നുണ്ടാകാം. ഓക്കെ, അത് കുറച്ചൊന്ന് കെയർഫുൾ ആകുക. കുറച്ച് പേർക്ക് ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല, അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഓക്കെ, ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എനിക്ക് പ്രോബ്ലം ഉണ്ടാകുന്നുണ്ട്. ആ ഒരു ചാലഞ്ച് വരുന്നുണ്ടെങ്കിലും കുറച്ചൊന്ന് ശ്രദ്ധിക്കുക ഈ ഒരു സമയം വന്നിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ലൈഫിലുണ്ടാകുന്ന സുന്ദര നിമിഷങ്ങൾ നിങ്ങൾ എൻജോയ് ചെയ്യാനായിട്ട്, സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് മറന്നു പോകാതിരിക്കുക. ഓക്കെ, പല പ്രോബ്ലംസിലും നിങ്ങളുടെ എനർജി കൊടുക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി നടക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ നോട്ടീസ് ചെയ്യാതെ പോകുന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക ഈ ഒരു
സമയം വന്നിട്ട്. ബാക്കിൽ 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. ഈ ഒരു വീക്കിൽ മെയിൻ ഒരു തീമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് സ്നേഹം, ഫാമിലി, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ലൈഫിലോട്ട് വരുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ്, എങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാം, ആ ഒരു എനർജി കുറേ കൂടെ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏസ് ഓഫ് സോഡ്സിൽ വന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ഇൻസ്പിറേഷൻസ് വരുന്നതാണ്, ഒത്തിരി പ്രചോദനം നിങ്ങളുടെ ലൈഫിൽ കടന്നു വരുന്നതാണ്. കുറച്ച് പേർക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ്, നല്ല നല്ല വാക്കുകൾ സംസാരിക്കാനായിട്ട്, കേൾക്കാനായിട്ടുള്ള ബ്ലെസ്സിങ്സ് ഉണ്ടാകുന്നതാണ്. കുറച്ച് പേര് നിങ്ങളുടെ മൈൻഡിലുണ്ടാകുന്ന എന്തെങ്കിലും നെഗറ്റീവ് തോട്ട് പ്രോസസ്സ്, അഗെയിൻ ഇവിടെ പറഞ്ഞ പോലെ തന്നെ അതെല്ലാം ലെറ്റ് ഗോ ചെയ്തിട്ട് കുറച്ചൊരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ലൈഫിൽ ഒത്തിരി വേണ്ടി വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒത്തിരി ഫ്രസ്ട്രേഷൻ വരുന്നുണ്ടെങ്കിൽ, അതിലൊരു ഹീലിംഗ് എനർജി കുറച്ച് പേരുടെ ലൈഫിൽ വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഓവറോൾ എനർജി. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും നോക്കാം. ഈ ഒരു വീക്കിൽ വന്നിട്ട് പായൽ നമ്പർ 2ൻ്റെ ലവ് റിലേഷൻഷിപ്പ്. താങ്ക് യു. പായൽ നമ്പർ 2. ബ്യൂട്ടിഫുൾ. ഏസ് ഓഫ് വോൺസിൻ്റെ എനർജി. എഗെയിൻ ന്യൂ ഇൻസ്പിറേഷൻസ് വരുന്നതാണ്. ചിലപ്പോൾ ലവ്, റൊമാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട്, ഓൾഡ് പാറ്റേൺസ്, പഴയ രീതിയിലുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കാനൊക്കെ ആയിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് ന്യൂ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്. ഒത്തിരി പാഷൻ കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി സ്നേഹത്തിൻ്റെ എനർജി കാണുന്നുണ്ട് ഈ ഒരു വീക്കിൽ വന്നിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ഒത്തിരി പവർ. ഓക്കെ, നിങ്ങളുടെ ഫാമിലിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി പവർ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു ഊർജ്ജം നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്നതാണ്. നെക്സ്റ്റ് നിങ്ങളുടെ ഫിനാൻസ്, വെൽത്തൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എങ്ങനെയായിരിക്കും ഈ ഒരു നെക്സ്റ്റ് 7 days വന്നിട്ട്. താങ്ക് യു. പായൽ നമ്പർ 2. ജഡ്ജ്മെൻറ്റിൻ്റെ എനർജി. കുറച്ച് പേര് മണി ഫിനാൻസായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു അവേക്കനിങ് സ്റ്റേജ് കൂടെ പോകുന്നതാണ്. അതായത് പാസ്റ്റിൽ മനസ്സിലാകാതിരുന്ന പല കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള അറിവ് നിങ്ങളുടെ ഉള്ളിൽ വരുന്നതാണ്. മണിയെക്കുറിച്ചിട്ടുള്ള തെറ്റിദ്ധാരണകൾ മാറാനായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ ഉള്ളിൽ ഒരു ന്യൂ ബിഗിനിങ്, മണിയെ കാണുന്ന രീതി, പെർസ്പെക്റ്റീവ്, അതിലെല്ലാം ഒത്തിരി ചേഞ്ചസ് വരുന്നതായിട്ട് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, പോസിറ്റീവായിട്ടുള്ള അനൗൺസ്മെൻറ്റ്, ന്യൂസ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ലഭിക്കുന്നുണ്ടാകാം. മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ അറിയിപ്പുകൾ ലഭിക്കുന്നുണ്ടാകാം ഈ ഒരു വീക്ക് വന്നിട്ട്. നെക്സ്റ്റ് നിങ്ങളുടെ കരിയർ, ജോബ്, ബിസിനസ്സൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജി എന്താണ്. പായൽ നമ്പർ 2. താങ്ക് യു. പായൽ നമ്പർ 2. ബ്യൂട്ടിഫുൾ. ഫൂളിൻ്റെ എനർജിയാണ്. ഒത്തിരി കോൺഫിഡൻസിൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കരിയറിൽ കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് വരുന്നുണ്ടാകാം നിങ്ങളുടെ ഉള്ളിൽ. പാസ്റ്റിലൊരു സ്റ്റക്ക് സിറ്റുവേഷനിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്താണ് കരിയറായിട്ട് ചെയ്യേണ്ടത് ഒരു വ്യക്തത ഇല്ലാതിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, അത് നിങ്ങളുടെ ഹാർട്ട് സ്പേസിൽ ഒത്തിരി വിഷമങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, അത് കുറച്ചൊന്നും ഒരു ഹീലിങ്ങിലോട്ട് വരുന്നതായിട്ട് ഈ ഒരു വീക്കിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് പകരമായിട്ട് കുറച്ചും കൂടെ കോൺഫിഡൻസ് വരുന്നതാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾ കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒത്തിരി ന്യൂ ബിഗിനിങ്, ന്യൂ ഫ്രണ്ട്സിൻ്റെ എനർജി, അല്ലെങ്കിൽ ഒത്തിരി സപ്പോർട്ട് നിങ്ങൾക്ക് ഈ ഒരു വീക്ക് ലഭിക്കുന്നതാണ്. സ്പിരിച്വൽ സപ്പോർട്ടും കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ കരിയർ ഒരു പോസിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ, ഒരു എന്താ പറയുക, സ്റ്റക്ക് ആകണം എന്നില്ല, കുറച്ച് സമയം നിങ്ങൾ എന്താ പറയുക അതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു ടൈം പീരീഡ് ആണെങ്കിൽ, ഓക്കെ, നിങ്ങളുടെ കരിയറിനെ കുറിച്ചിട്ടുള്ള പെർസ്പെക്റ്റീവ്, കാഴ്ചപ്പാടിലൊക്കെ ഒത്തിരി ചേഞ്ചസ് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു വീക്ക് വന്നിട്ട്. ഓക്കെ, താങ്ക് യു. ഇവിടെ നൈറ്റ് ഓഫ് വോൺസിൻ്റെ എനർജിയാണ്. ഇതിൽ ഒത്തിരി പാഷൻ കാണുന്നുണ്ട്, ഒത്തിരി കറേജിൻ്റെ എനർജി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് ഈ ഒരു വീക്കിൽ പറയുന്നത്, നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് നിങ്ങൾ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത്, അത് കുറച്ചൊന്ന് വ്യക്തതയോടുകൂടി, ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്കുക. ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ എത്രത്തോളം അതിനെക്കുറിച്ചിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്, അതെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഈ ഒരു വീക്ക് വന്നിട്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ പവർ മനസ്സിലാക്കാനായിട്ട് പറയുന്നുണ്ട്.
വരുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ശക്തി മനസ്സിലാക്കിയിട്ട് പെരുമാറാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങളൊരു വിക്ടിമാണ്, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിവില്ല, അങ്ങനത്തെയൊക്കെ എനർജീസിലിരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെക്കുക. നിങ്ങളുടെ ആ ഉള്ളിലെ ശക്തി പുറത്തോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ഈ ഒരു വീക്ക് വന്നിട്ട്. ഓക്കെ, കുറച്ച് പേർക്ക് സത്യം, ട്രൂത്ത്, ഓക്കെ, ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യുന്നതും ഈ ഒരു വീക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടെ സത്യം, നീതി, ജസ്റ്റിസ് അതിനെല്ലാം വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കാനായിട്ട് ഈ ഒരു വീക്ക് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നിങ്ങളുടെ സ്പിരിച്വൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സിന് നിങ്ങളോട് എന്താണ് ഈ ഒരു വീക്കിനെ കുറിച്ചിട്ട് പറയാനുള്ളത്? താങ്ക് യു. പാൽ നമ്പർ 2യുടെ സ്പിരിച്വൽ മെസ്സേജ് എന്താണ്? ഇവിടെ വന്നിട്ട് ടിറ്റാണ്, പ്ലേഫുൾ ലൈറ്റ്നെസ്സിൻ്റെ എനർജി. ഓക്കെ, ഈ ഒരു വീക്കിൽ കുറച്ചും കൂടെ ലൈറ്റ് ഹേർട്ടഡ് എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ജോയ്, ഒത്തിരി സന്തോഷം, ഹാപ്പിനെസ് അതെല്ലാം അൺഫോൾഡ് ചെയ്യാനായിട്ട്, അതെല്ലാം അനുഭവിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളും ഒത്തിരി സീരിയസ് അപ്രോച്ച് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ലൈറ്റ് ഹേർട്ടഡ് ആയിട്ട്, കുറച്ചും കൂടെ ഹ്യൂമർസ് ആയിട്ട്, നിങ്ങളുടെ ആ ഒരു തമാശ പറയുന്ന എനർജി, കുറച്ചും കൂടെ നിങ്ങളുടെ ഇൻ്റലിജൻസ്, ബുദ്ധിശക്തി അതെവിടെയാണോ യൂസ് ചെയ്യേണ്ടത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുകൊടുക്കേണ്ട, ലെറ്റ് ഗോ ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ അതിലെല്ലാം കുറച്ചൊരു ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ട്, കുറച്ചൊരു ലൈറ്റ് ഹേർട്ടഡ് എനർജി നിങ്ങൾ കീപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു വീക്കിൽ ശ്രദ്ധിക്കുക. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഒത്തിരി പേഴ്സണലി എടുത്ത് ഹേർട്ടാകുക, വിക്ടിമാകുക, ആ ഒരു എനർജി കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബാക്കിലും വന്നിട്ട് ഇവിടെ ഒരു റിഫ്ലക്ഷൻ്റെ എനർജിയാണ് കാണുന്നത്. ഈ ഒരു ബേർഡ് വന്നിട്ട് മിററിൽ തൻ്റെ എനർജി റിഫ്ലക്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, തന്നെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ എനർജി എന്താണെന്ന് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുക. കുറച്ച് പേർക്ക് പല എനർജീസും പല കാര്യങ്ങളും റിവീലായിട്ട് വരുന്നുണ്ടാകാം, നിങ്ങളുടെ മുന്നിൽ തുറന്നു വരുന്നുണ്ടാകാം ഈ ഒരു വീക്കിൽ വന്നിട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളിലും കുറച്ചൊരു ഈസായിട്ട്, കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ട്, ഇവിടെ ഞാൻ എവേക്കനിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ സിറ്റുവേഷൻസ് നിങ്ങൾ ചാലഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും, പുഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ള അപ്രോച്ച് സ്വീകരിക്കുക. റെസ്റ്റ് എടുക്കേണ്ട സാഹചര്യത്തിൽ റെസ്റ്റ് എടുക്കുക. റിഫ്ലക്റ്റ് ചെയ്യേണ്ട, അതായത് എന്താണോ ചെയ്യേണ്ടത് അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കേണ്ട സാഹചര്യങ്ങളിൽ അതിന് എനർജി കൊടുക്കുക. ഓക്കെ, ഒന്നിനും ധൃതി കൂട്ടാതിരിക്കുക. ബാലൻസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു വീക്ക് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു സ്നേഹം, സന്തോഷത്തിൻ്റെ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടാണ് മെയിനായിട്ട് നിങ്ങളോട് ഈ ഒരു വീക്കിൽ പറയുന്നത്. നെക്സ്റ്റ് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണെന്ന് നോക്കാം. പാൽ നമ്പർ 2ന് ഈ ഒരു വീക്കിലെ ബ്ലെസ്സിങ്സ് എന്താണ്? താങ്ക് യു. പാൽ നമ്പർ 2യുടെ ബ്ലെസ്സിങ്സ് എന്താണ്? മജിഷ്യൻ്റെ എനർജി വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് മാനിഫെസ്റ്റേഷൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റേഷൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു ബ്ലോക്കായിട്ട് നിൽക്കുന്നത്, എവിടെയാണ് ബ്ലോക്കേജ് ഉള്ളത്, അത് കുറച്ച് പേർക്ക് മനസ്സിലാക്കാനായിട്ട്, ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഈ ഒരു വീക്കിൽ സാധിക്കുന്നതാണ്. ഓക്കെ, കുറച്ച് പേരുടെ വിഷ് ഇവിടെ ഫുൾഫില്ലായിട്ട് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എഗെയിൻ ഏസ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ ഇൻ്റലിജൻസ്, ബുദ്ധിശക്തി, വിസ്ഡം അത് യൂസ് ചെയ്തിട്ട് ഒത്തിരി ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയ, എന്തെങ്കിലുമൊക്കെ പുതിയ എനർജീസ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് അക്കാഡമിക്കലി ഒത്തിരി ഷൈൻ ചെയ്യാനായിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഇമാജിനേഷൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ഇമാജിനേഷൻ പവർ, സങ്കല്പിക്കാനായിട്ടുള്ള ആ ഒരു കഴിവ് ഒത്തിരി വർദ്ധിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്രിയേറ്റീവ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒത്തിരി ബ്ലെസ്സിങ് ആയിട്ട് വരുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് ഈ ഒരു വീക്കിലോട്ടുള്ള. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.